തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നാളുകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി. ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെണ്ണൽ മെയ് 4. പ്രചാരണത്തിന് ഇനി 24 ദിവസം മാത്രം. അസമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23. പശ്ചിമബംഗാളിൽ 2 ഘട്ടമായി ഏപ്രിൽ 23 29. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4. പെരുമാറ്റച്ചട്ടം നിലവിൽ. അരയും തലയും മുറുക്കി രാഷ്ട്രീയ പാർട്ടികൾ. CPM CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പൊതുസ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിൽ CPM മത്സരിക്കും. 56 MLA-മാർ മത്സര രംഗത്ത്. PBയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം. തളിപ്പറമ്പ് PK ശ്യാമള, പേരാവൂരിൽ KK ശൈലജ. CPIയുടെ 4 മന്ത്രിമാരും മത്സര രംഗത്ത്. പറവൂരിൽ ET ടൈസൺ മാസ്റ്റർ, തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി V ശിവൻകുട്ടിയും VK പ്രശാന്ത്. ദുർഭരണം അവസാനിക്കാൻ 26 ദിവസം മാത്രമെന്ന് VD സതീശൻ. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. വീണ്ടും പരീക്ഷ നടത്തില്ല. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട്. ഇന്ത്യയുടെ LPG ടാങ്കർ കപ്പലുകളായ നന്ദാദേവിയും ശിവാലിക്കും അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ പ്രവേശിച്ചു. കപ്പലുകളിലുള്ളത് 46,000 മെട്രിക് ടണ്ണിലധികം ദ്രവീകൃത പെട്രോളിയം വാതകം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് തിരിച്ചു. യാത്ര പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. കേരളം കാതോർത്തിരുന്ന ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. That is 4th May 2026. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 4 കേരളത്തിനൊപ്പം അസം, പുതുച്ചേരിയും ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഏപ്രിൽ 23 തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 23 1ാം ഘട്ടവും ഏപ്രിൽ 29 2ാം ഘട്ടവും നടക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും മെയ് 4 വോട്ടെണ്ണൽ. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. All 126 assembly constituencies for Assam, the polling shall be just in one phase, and the polling shall take place on 9th of April, Thursday, 2026. The counting shall be on 4th of May. Puducherry also will go along with Assam and Kerala. The date of poll is 9th April and the counting will be 4th of May. Tamil Nadu, all 234 assembly constituencies will go for poll on 23rd of April in one phase, and the counting shall be on the same day for all the 5 states/UT, that is 4th of May 2026. West Bengal, the 294 assembly constituencies, the polling shall be held in 2 phases. In the first phase 152 and the second phase 142. The date of poll shall be 23rd of April and 29th of April, and the counting shall be together for all, that is 4th of May 2026.
ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, കേരളം കാതോർത്തിരിക്കുകയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് തീയതിക്കായി. കേരളം മാത്രമല്ല, പശ്ചിമബംഗാളും അസമും തമിഴ്നാടും പുതുച്ചേരിയും അടക്കം കാത്തിരുന്ന ആ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഒരു പ്രചാരണത്തിന്റെ നാളുകളാണ്. ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ തീയതിയൊക്കെ പറഞ്ഞല്ലോ, അക്കാര്യങ്ങൾ വിശദീകരിക്കാമോ? ഒപ്പം ഈ SIR-മായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളും ഒക്കെ നടത്തിയല്ലോ. അഖില, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക്, കനത്ത പ്രചാരണ ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം, തമിഴ്നാട്, പുതുച്ചേരി, അസം, ബംഗാൾ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ ഏപ്രിൽ 9-ന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ഏപ്രിൽ 9-ന് തന്നെയാണ് പുതുച്ചേരിയിലും അസമിലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കേരളത്തിൽ നാളെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറങ്ങും. ഈ മാസം 23 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളത്. 26 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയമുണ്ട്. ഏപ്രിൽ 9-ന്, അതായത് ഇന്നേക്ക് 25 ദിവസം കഴിഞ്ഞ് കേരളത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തും. മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. CPM-ഉം CPI-യും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. കോൺഗ്രസ് 31 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒപ്പം അസമും പുതുച്ചേരിയും കേരളത്തിനൊപ്പം തന്നെ ഏപ്രിൽ 9-നാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ബംഗാളിൽ മുൻ തവണകൾ പരിശോധിക്കുമ്പോൾ 5-ലധികം ഘട്ടങ്ങളിലായി പോലും വോട്ടെടുപ്പ് നടന്നിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലായി വോട്ടെടുപ്പ് നടക്കും എന്നുള്ളതുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് സുതാര്യവും സമാധാനപരവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കും. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സുരക്ഷാ ഏജൻസികളുമായി നിരവധി തവണ അവലോകന യോഗം ചേർന്നു. എല്ലാ ബൂത്തുകളിലും CCTV നിരീക്ഷണം ഉറപ്പാക്കും. പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിടങ്ങളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. കൂടാതെ SIR എന്നുള്ളത് അനർഹരായവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനും അർഹരായ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കാനുമാണ് SIR നടപടികളെന്നും SIR നടപടികൾക്ക് ശേഷം കേരളത്തിൽ 2.70 കോടി വോട്ടർമാർ കേരളത്തിലുണ്ട്. അതിൽ തന്നെ 4.24 ലക്ഷം വോട്ടർമാർ പുതിയ വോട്ടർമാരാണുള്ളത്. 30,000-ൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ കേരളത്തിൽ വോട്ടെടുപ്പിന് വേണ്ടി ക്രമീകരിക്കും. തുടങ്ങി വോട്ടെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ, നാമനിർദ്ദേശ പത്രികയും അത് നൽകാനുള്ള തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കിയത്. ഇനി കേരളത്തിലെ ഉൾപ്പെടെ കേരളവും അസമും പുതുച്ചേരിയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പിലേക്ക്, ആ വോട്ടെടുപ്പ് ദിനത്തിലേക്ക് അധികം ദൂരമില്ല. 25 ദിനങ്ങൾ മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രചാരണം വളരെ വേഗത്തിലാക്കാനുള്ള, അതായത് ആദ്യഘട്ടം, 2ാം ഘട്ടം എന്നങ്ങനെ തിരിച്ചൊരു പ്രചാരണത്തിനുള്ള ഒരു വലിയ സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 25 ദിവസങ്ങൾക്ക് ശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതുകൊണ്ട് അതിവേഗത്തിലുള്ള പ്രചാരണമായിരിക്കും മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുക. കേരളവും അസമും പുതുച്ചേരിയും ഏപ്രിൽ 9-നും തമിഴ്നാട് ഏപ്രിൽ 23-നും ബംഗാൾ ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലും പോളിംഗ് ബൂത്തിലേക്ക് എത്തും. മെയ് 4-നാണ് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാം തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ ഗുജറാത്ത് ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ക്രമീകരിച്ചിട്ടുണ്ട്. അഖില, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കേരളം ഉൾപ്പെടെ 5 ഇടങ്ങൾ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് പോവുകയാണ്. പ്രചാരണം കൊഴുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് മുന്നണിയുടെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ, അതിനിടെയുള്ള സ്വാരസ്യങ്ങളൊക്കെ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി CPM-ഉം CPI-യും പൊതുസ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. 56 MLA-മാർ മത്സര രംഗത്തുണ്ട്. പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ട്. തളിപ്പറമ്പ് PK ശ്യാമള, പേരാവൂരിൽ KK ശൈലജ, അങ്ങനെ പോവുകയാണ് സ്ഥാനാർത്ഥി പട്ടിക. MV ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാം. ഞാനോരോ മണ്ഡലവും മത്സരിക്കുന്നവരുടെ പേരും പറയാം. മഞ്ചേശ്വരം സഖാവ് KR ജയാനന്ദ, ഉദുമ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ ഡോക്ടർ VPP മുസ്തഫ, പയ്യന്നൂർ സഖാവ് TI മധുസൂദനൻ, തളിപ്പറമ്പ് സഖാവ് PK ശ്യാമൾ ടീച്ചർ,
അഴീക്കോട് സഖാവ് KV സുമേഷ്, കലിയശ്ശേരി സഖാവ് M വിജിൽ, ധർമ്മടം സഖാവ് പിണറായി വിജയൻ, മട്ടന്നൂർ സഖാവ് VK സനോജ്, പേരാവൂർ സഖാവ് KK ശൈലജ ടീച്ചർ, തലശ്ശേരി സഖാവ് കാരായി രാജൻ, മാനന്തവാടി സഖാവ് OR കേളു, സുൽത്താൻ ബത്തേരി സഖാവ് MS വിശ്വനാഥൻ, കുറ്റിയാടി സഖാവ് KP കുഞ്ഞമ്മദ് മാസ്റ്റർ, പേരാമ്പ്ര സഖാവ് TP രാമകൃഷ്ണൻ, ബാലുശ്ശേരി അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ്, കൊയിലാണ്ടി സഖാവ് K ദാസൻ, കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ, ബേപ്പൂർ സഖാവ് PA മുഹമ്മദ് റിയാസ്, തിരുവമ്പാടി സഖാവ് ലിൻഡോ ജോസഫ്, പൊന്നാനി അഡ്വക്കേറ്റ് MK സക്കീർ, വണ്ടൂർ ഡോക്ടർ KK ദാമോദരൻ മാസ്റ്റർ. പെരിന്തൽമണ്ണ സഖാവ് VP മുഹമ്മദ് ഹനീഫ, മങ്കട സഖാവ് MB അരവി, തൃത്താല സഖാവ് MB രാജേഷ്, തരൂർ സഖാവ് PP സുമോദ്, ആലത്തൂർ സഖാവ് TM ശശി, നെന്മാറ സഖാവ് K പ്രേമൻ, ഷൊർണൂർ സഖാവ് P മമ്മിക്കുട്ടി, ഒറ്റപ്പാലം സഖാവ് K പ്രേംകുമാർ, കോങ്ങാട് അഡ്വക്കേറ്റ് K ശാന്തകുമാരി, മലമ്പുഴ സഖാവ് A പ്രഭാകരൻ, കുന്നംകുളം സഖാവ് AC മൊയ്തീൻ, ചേലക്കര സഖാവ് UR പ്രദീപ്, മണലൂർ പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഗുരുവായൂർ സഖാവ് NK അക്ബർ, പുതുക്കാട് സഖാവ് KK രാമേന്ദ്രൻ, ഇരിങ്ങാലക്കുട ഡോക്ടർ R ബിന്ദു, വടക്കാഞ്ചേരി സഖാവ് സേവിയർ ചിറ്റിലപ്പള്ളി, അങ്കമാലി അഡ്വക്കേറ്റ് സാജു പോൾ, ആലുവ അഡ്വക്കേറ്റ് AM ആരിഫ്, കുന്നത്തുനാട് PV ശ്രീനിജൻ, വൈപ്പിൻ അഡ്വക്കേറ്റ് MB ഷൈനി, കളമശ്ശേരി സഖാവ് P രാജീവ്, തൃക്കാക്കര അഡ്വക്കേറ്റ് പുഷ്പദാസ്, കൊച്ചി KJ മാക്സി, തൃപ്പൂണിത്തുറ അടുത്ത 47 തൃപ്പൂണിത്തുറ സഖാവ് KN ഉണ്ണികൃഷ്ണൻ, കോതമംഗലം സഖാവ് ആൻ്റണി ജോൺ, ഉടുമ്പൻചോല സഖാവ് KK ജയേന്ദ്രൻ, ദേവികുളം അഡ്വക്കേറ്റ് A രാജ, ഏറ്റുമാനൂർ സഖാവ് VN വാസവൻ, കോട്ടയം അഡ്വക്കേറ്റ് K അനിൽകുമാർ, പുതുപ്പള്ളി സഖാവ് KM രാധാകൃഷ്ണൻ, അരൂർ സഖാവ് ദിലീമ, ആലപ്പുഴ സഖാവ് PP ചിത്തരഞ്ജൻ, അമ്പലപ്പുഴ സഖാവ് H സലാം, കായംകുളം അഡ്വക്കേറ്റ് U പ്രതിഭ, ചെങ്ങന്നൂർ സഖാവ് സജി ചെറിയാൻ, മാവേലിക്കര സഖാവ് MS അരുൺകുമാർ, ആറന്മുള സഖാവ് വീണ ജോർജ്, കോന്നി അഡ്വക്കേറ്റ് KU ജിനേഷ് കുമാർ, കൊട്ടാരക്കര സഖാവ് KN ബാലഗോപാൽ, കുണ്ടറ സഖാവ് SL സജികുമാർ, ഇരുവിപുരം സഖാവ് M നൌഷാദ്, കൊല്ലം സഖാവ് S ജയമോഹൻ, വർക്കല അഡ്വക്കേറ്റ് V ജോയി, ആറ്റിങ്ങൽ സഖാവ് OS അംബിക, വാമനപുരം അഡ്വക്കേറ്റ് DK മുരളി, കഴക്കൂട്ടം സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവ് അഡ്വക്കേറ്റ് VK പ്രശാന്ത്, നേമം സഖാവ് V ശിവൻകുട്ടി, കാട്ടാക്കട അഡ്വക്കേറ്റ് IB സതീഷ്, അരുവിക്കര അഡ്വക്കേറ്റ് G സ്റ്റീഫൻ, നെയ്യാറ്റിങ്കര സഖാവ് K ആൻസലൻ, പാറശാല സഖാവ് CK ഹരീന്ദ്രൻ. ഇത് പാർട്ടി അലുവ പറഞ്ഞല്ലോ നേരത്തെ. പാർട്ടിയുടെ 75 സ്ഥാനാർത്ഥികളെയാണ് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. അതിന് പുറമെ 6 സ്വതന്ത്രരെ കൂടി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുന്നമംഗലത്ത് PTM റഹീം, താനൂരിൽ V അബ്ദുറഹ്മാൻ, ഒപ്പം വേങ്ങരയിൽ മുഹമ്മദ് സബാ, കുണ്ടുകുഴിയിൽ നിലമ്പൂർ U ഷറഫ് അലി, തവനൂരിൽ ഡോക്ടർ KT ജലീൽ, ഒപ്പം ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള. മാഹിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് T അശോക് കുമാർ. ഇതോടൊപ്പം CPIയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്
സാറ് കുറച്ച് ഇങ്ങോട്ടും കൂടെ ഫേവർ ചെയ്ത് നിൽക്കണേ. ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആത്മവിശ്വാസമുണ്ട് യു ഡി എഫിന്. പിന്നെ തീർത്തും ആത്മവിശ്വാസത്തോടെ പോവാണ്. ഇന്നേക്ക് 26-ാം നാൾ കേരളത്തിൽ പൊതു തിരഞ്ഞെടുപ്പ്. ജനം എണ്ണുകയാണ്. 1, 2, 3, 4 26-ാം ദിവസം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ പുറത്തു വരും. 26 ദിവസം കൊണ്ട് ഈ ദുർഭരണം അവസാനിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാകും. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. കൗണ്ട് ഡൗൺ ഫോർ 26 days. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാവും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തന്നെ നമ്മൾ ചർച്ചയിൽ രൂപങ്ങളിലെത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രഖ്യാപനം സാധാരണ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന് 3-4 ദിവസം വൈകിലുണ്ടാവും. നമുക്കറിയാവുന്ന ഇത് ചെറിയ ഒരു അസൗകര്യം ഇതിനകത്തുള്ളത് ഹോളി വീക്സ് ആണ്. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ. വിഷുവാണ് ഏപ്രിൽ 14. നോമിനേഷൻ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് 26-ആണ്. 26 കഴിഞ്ഞ് കേവലം ഒരു 13 ദിവസം 14 ദിവസം മാത്രമാണ് പ്രചരണം. അതിൽ തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹോളി വീക്സ് പോലെയുള്ള വിഷുവിൻ്റെ തയ്യാറെടുപ്പ് പോലെയുള്ള ദിവസങ്ങളും ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഫലത്തിൽ പ്രചരണത്തിൻ്റെ ദിവസം വളരെ കുറച്ച ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ എന്നുള്ളത് പറയേണ്ടി വരും. അല്ല, ബുദ്ധിമുട്ടാവുന്നല്ലേ. ഇലക്ഷൻ കമ്മീഷൻ സാധാരണ ചെയ്യുന്ന നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചെയ്യുമ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞ് നോട്ടിഫിക്കേഷന് ഇതുണ്ടാവുമായിരുന്നു. പോട്ടെ, അത് ഞാനിപ്പോൾ പറഞ്ഞില്ല. എന്തായാലും എത്രയും വേഗം ഇലക്ഷൻ നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ആ റെഡിയായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രചരണ പബ്ലിസിറ്റികൾ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ചെലവിൽ പ്രചരണമായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു. എന്തായാലും അതിന്നത്തോടെ അവസാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി UDF മുന്നോട്ട് വരികയാണ്. കേരള ജനങ്ങൾ അതിനായി കാത്തിരിക്കുകയുമാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് 1-2 ദിവസങ്ങൾക്ക് പൂർത്തീകരിക്കും. കംപ്ലീറ്റ് എല്ലാത്തിനും മറുപടി ഉണ്ടാവും. ഒന്നിനും വിഷമിക്കണ്ട. അല്ല, എല്ലാത്തിനും മറുപടി ഉണ്ടാവും. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുമായിട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ വരും. ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഈ സർക്കാരിൻ്റെ ഈ ദുർഭരണത്തെ കഴിഞ്ഞ സത്യത്തിൽ 10 കൊല്ലമായിട്ട് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് പോകും. അതിലൂടെ ഞങ്ങൾ ജയിക്കും. അതൊക്കെ ആ തീരുമാനങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ ഏതൊക്കെ സീറ്റുകൾ എങ്ങനെയാണ് തീരുമാനം, നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തീരുമാനം. ഇല്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല. സുധാകരൻ കുറച്ച് വൈകാരികമായിട്ട് കണ്ണൂർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കും, കൃത്യമായിട്ട് സംസാരിക്കും. അല്ല, ഈ കാര്യത്തിൽ പറഞ്ഞില്ല. ഓരോ സീറ്റിനെ കുറിച്ചും എന്താണ് പാർട്ടി നിലപാട് എന്നുള്ളത് ഞാൻ ഒറ്റക്കല്ലല്ലോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂട്ടായിരുന്നു ആലോചിച്ച് സാഹചര്യങ്ങളോട് മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുക്കും. നിങ്ങൾ ഇതൊന്നും ബേജാറാവില്ല. കോൺഗ്രസ് പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിൽ നേരിടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനം കാത്തിരിക്കുന്ന ഒരു ഭരണമാറ്റത്തിന് വേണ്ടി UDFിനെ തയ്യാറാക്കുകയാണ്. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതാണല്ലോ. മടുത്തിരിക്കുന്നു ജനങ്ങൾ ഈ സർക്കാരിൽ. ആ മടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനക്ഷേമപരമായിട്ടുള്ള ഭരണം കൊടുക്കുന്ന ഒരു സർക്കാരിന് വേണ്ടി ജനങ്ങൾ വിധിയെഴുതും. അതാണ് UDF ഞങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്. ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്ക്, കർഷകർക്ക്, അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രയാസം അനുഭവപ്പെടുന്നവർക്ക്, അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. അതിലൊന്നും ലീഗുമായിട്ടുള്ളൊരു പ്രശ്നമേ ഇല്ല. ഇതൊക്കെ ചെറിയ അവസാന മിനുക്ക് പണികൾ മാത്രമാണ് നടക്കുന്നത്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. ജോസഫ് വിഭാഗവുമായിട്ടുള്ള ഒരു എല്ലാ UDFിലെ എല്ലാ കക്ഷികളുമായിട്ടും ചർച്ച നടക്കുന്നുണ്ട്. ആ തീരുമാനവും ഒക്കെ തന്നെ വേഗത്തിൽ വരും, സംശയമാണ്. ഈ അസംബ്ലിയിൽ ഗൊഗോയ്ക്കൊരു ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഒരു ഇളവ് കേസിക്ക് ഇവിടെ സുധാകരനെ പ്രതീക്ഷിക്കാമോ? ആയിരിക്കും അസംബ്ലിയിലെ കേസിന് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ അതിനെല്ലാം മറുപടി എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. നമസ്കാരം, ശരി.
സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. വളരെ വൈകാതെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹം CPIയുടെ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. ഹരീഷ് നാരായണൻ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക്, ഒപ്പം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അതിലേക്ക് കൂടി. ഹരീഷ്, ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണന്റെ റോഡ് ഷോ നടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം മുമ്പ് നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ കൂടി അല്പം മുമ്പാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് സജീവമായി ഇറങ്ങുകയാണല്ലോ. തീർച്ചയായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള തൃശ്ശൂരിലെ ആദ്യത്തെ റോഡ് ഷോയാണ്. തൃശ്ശൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ റോഡ് ഷോയാണ് കാണുന്നത്. ജീപ്പിൽ വലിയ അകമ്പടിയോടുകൂടി, മേളത്തിന്റെയും മറ്റ് താളമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി അദ്ദേഹം വരികയാണ്. വലിയ പ്രതീക്ഷയുണ്ടെന്ന് കഴിഞ്ഞ തവണയും അദ്ദേഹം പറഞ്ഞിരുന്നു. അത്രത്തോളം ജനക്കൂട്ടം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോ ആണ്, എന്താ പറയുള്ളൂ? തീർച്ചയായും ഇതൊരു ആവേശകരമായ തുടക്കമാണ്. ചരിത്രത്തിലെ പല മാറ്റങ്ങളും ഉണ്ടാക്കിയ ചരിത്രത്തിൻ്റെ പഴയ നടക്കാവ് പുതിയ നടക്കാവായി മാറുകയാണ്. ഈ തേക്കിൻകാടിന് ചുറ്റിക്കിടക്കുന്ന ഈ നടപ്പാത എത്രയോ മാറ്റങ്ങൾ കണ്ടു. ഇനി മൂന്നാമതും ഇടതുപക്ഷം കേരളത്തിൽ വരുന്ന ഒരു വലിയ മാറ്റം ഈ നടക്കാവ് കാണാൻ പോവുകയാണ്. ഈ മാറ്റത്തിന്റെ തുടക്കമാണോ ഈ ഒരു ജനക്കൂട്ടം? തീർച്ചയായും വലിയ മാറ്റത്തിൻ്റെ, വലിയ തിരിച്ചറിവിൻ്റെ, കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയമായ വലിയ മുന്നേറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഈ ആവേശത്തെ കാണുന്നത്. സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്നും സ്ഥാനാർത്ഥിയിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്താണ് ആ പുതിയ മാറ്റത്തെ എങ്ങനെ കാണുന്നത്? അതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം ഞാൻ പ്രവർത്തിച്ചത് ഒരു ആക്ടിവിസ്റ്റായിട്ടാണ്, കൾച്ചറൽ ആക്ടിവിസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ആവേശം തന്നെയാണ് അനുഭവിക്കുന്നത്. ജനങ്ങളുടെ ആദ്യത്തെ പ്രതികരണം എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങൾ വളരെ നല്ല പിന്തുണയാണ് തരും. ചെറിയ പിന്തുണയല്ല. 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ സുനിലും ബാൽസിയും ഉഴുതുമറിച്ചിട്ട മണ്ണാണ്. ഞാൻ വെറുതെ പോയാൽ മതി, എൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവുന്ന ഉറപ്പുണ്ട്. എൻ്റെ കൂടെയല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ. വലിയ ശുഭപ്രതീക്ഷ തന്നെയാണല്ലേ? വലിയ ശുഭപ്രതീക്ഷ. മറ്റേ സുനിലേട്ടനുണ്ട്, സുനിലേട്ടനോട് നമുക്ക് ചോദിക്കേണ്ടത്, സുനിലേട്ടൻ എങ്ങനെ കാണുന്നു ഈ ഒരു ഇതിനൊക്കെ? ഇത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ നായകനെ ജനം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ആവേശകരമായിട്ടുള്ള ആദ്യത്തെ റോഡ് ഷോ. ഉറപ്പായിട്ടും നമുക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം ഞങ്ങൾ നേടും. ബാലേന്ദ്രനും ഞാനും വിജയിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ സഖാവിനെ ഞങ്ങൾ ജയിപ്പിക്കും. ജനങ്ങൾ ഏറ്റെടുക്കും. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ആളുകൾക്കില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ട്രെൻഡ് നമ്മുടെ കേരളത്തിലും ഈ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. ഞങ്ങൾ വളരെ സജ്ജരാണ്. ഇപ്പോൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ ഉടനെ തന്നെ ആ നിമിഷം ഞങ്ങൾ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ജയിക്കും, സംശയമൊന്നും വേണ്ട. വിജയപ്രതീക്ഷയാണ്, സംശയം ഞങ്ങൾ ജയിക്കും. ഇവിടെ നമ്മുടെ MLA ബാലേന്ദ്രനും കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് പ്രതീക്ഷകൾ, എങ്ങനെ നോക്കിക്കാണുന്നു? എത്രത്തോളം പ്രതീക്ഷ? 100% വിജയിക്കും. എല്ലാ ഞങ്ങളുടെ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. മറ്റ് മറുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് 100% ശുഭപ്രതീക്ഷയാണ്. വലിയ പ്രതീക്ഷ തന്നെ. അതെ, തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് ഈ ഒരു നേതാക്കളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. MLA ഉണ്ട്, സുനിൽകുമാർ ഉണ്ട്, ഒപ്പം സ്ഥാനാർത്ഥി ഈ ജീപ്പിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. അതായത് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനവും കവിയും ഒക്കെയാണ്. ആ ഒരു രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ്. മാത്രമല്ല മണ്ഡലത്തിൽ വർഷങ്ങളായി സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ജനപിന്തുണ വളരെയധികമുണ്ട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുള്ള ആദ്യത്തെ റോഡ് ഷോയാണ് LDF സ്ഥാനാർത്ഥിയോട് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ വിജയം പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ തൃശ്ശൂരിൽ പറയുന്നത്. ഈ ഒരു റോഡ് ഷോ ഇപ്പോൾ ഈ ഒരു റൗണ്ട്, സ്വരാജ് റൗണ്ട് വലം വെച്ചുകൊണ്ട് കോർപ്പറേഷനിലേക്കാണ് എത്തുന്നത്. CMS കോളേജിൻ്റെ അവിടെ നിന്നുമാണ് ഈ ഒരു ആഘോഷം, ഈ ഒരു ജാഥ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ നേരെ ഈ ഒരു റൗണ്ട് ചുറ്റി കോർപ്പറേഷന് മുൻപിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു ജാഥ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോർപ്പറേഷന് മുന്നിലെത്തി അവിടെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ, ഈ താളമേളത്തിൻ്റെയും ചെണ്ടമേളങ്ങളുടെ
ഭാഗങ്ങളിലൊക്കെ അകമ്പടിയോടുകൂടി തന്നെ വലിയൊരു ആഘോഷ പരിപാടി ഉണ്ടാവും. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ശുഭപ്രതീക്ഷയാണ് LDF സ്ഥാനാർത്ഥി, തൃശ്ശൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലങ്കോട് ലീലാകൃഷ്ണൻ സൂചിപ്പിച്ചതാണ് അതിൽ പ്രധാനം. സുനിൽകുമാറും ഒപ്പം ബാലചന്ദ്രനുമൊക്കെ ഉഴുതിട്ടിരിക്കുന്ന മണ്ണിലേക്ക് ഞാൻ വെറുതെ നടന്നു പോയാൽ മാത്രം മതി, അത്ര വലിയ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ച് CPIയുടെ സിറ്റിംഗ് സീറ്റാണ്, വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച ആ വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് CPI ആണ്. CPIയുടെ 4 മന്ത്രിമാരും മത്സര രംഗത്തുണ്ട്. പറവൂരിൽ ഒപ്പം പ്രതിപക്ഷ നേതാവിനെതിരായി മത്സരിക്കുന്ന ET ടൈസൺ മാസ്റ്ററാണ്. തൃശ്ശൂരിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ആലങ്കോട് ലീലാകൃഷ്ണൻ മത്സരിക്കുന്നു. അതേസമയം വലിയ CC മൂന്നനടക്കം പാർട്ടിക്കുള്ളിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നാട്ടികയിൽ ഗീതാ ഗോപി തന്നെ സ്ഥാനാർത്ഥിയാവും. 140 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥിപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25 പേർ ഇവരായിരിക്കും. ഞാനത് വായിക്കുന്നു. വടക്കുന്ന് ഇങ്ങോട്ടാണ്. കാഞ്ഞങ്ങാട് അഡ്വക്കേറ്റ് സഖാവ് ഗോവിന്ദൻ പള്ളിക്കാപ്പി, നാദാപുരം അഡ്വക്കേറ്റ് സഖാവ് P. വസന്തം, തിരുവരങ്ങാടി സഖാവ് അജിത് കൊളാടി, മഞ്ചേരി മുസ്തഫ VM, അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കും LDF പന്തലിയോടുകൂടി. യാറനാട് അഡ്വക്കേറ്റ് സഖാവ് ഷഫീർ കിഴിശ്ശേരി, പട്ടാമ്പി സഖാവ് മുഹമ്മദ് മൊഹസീൻ, മണ്ണാർക്കാട് സഖാവ് മൻസിൽ അബൂബക്കർ, തൃശ്ശൂർ സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ, ഒല്ലൂർ അഡ്വക്കേറ്റ് സഖാവ് രാജൻ, നാട്ടിക സഖാവ് ഗീതാ ഗോപി, കയ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ, പറവൂർ സഖാവ് ET ടൈസൺ മാസ്റ്റർ, മൂവാറ്റുപുഴ സഖാവ് N. അരുൺ, ചേർത്തല സഖാവ് P. പ്രസാദ്, ഹരിപ്പാട് സഖാവ് TT ജിസ്മോൻ, വൈക്കം സഖാവ് P. പ്രദീപ്, പീരുമേട് സഖാവ് K. സലിംകുമാർ, അടൂർ സഖാവ് പ്രിജി ശശിധരൻ, G. കണ്ണൻ എന്നും വിളിക്കപ്പെടും. പുനലൂർ സഖാവ് അജയപ്രസാദ് C, ചടയമംഗലം സഖാവ് J. ചിഞ്ചുറാണി, കരുനാഗപ്പള്ളി അഡ്വക്കേറ്റ് MS. താര, ചാത്തന്നൂർ അഡ്വക്കേറ്റ് സഖാവ് R. രാജേന്ദ്രൻ, നെടുമങ്ങാട് അഡ്വക്കേറ്റ് സഖാവ് G. R. അനിൽ, ചെറിയൻകീഴ് സഖാവ് മനോജ് B. ഇളമന. ഇതാണ് 25 CPI സ്ഥാനാർത്ഥി. ദുർഭരണം അവസാനിക്കാൻ 26 ദിവസം മാത്രമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലെത്തും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF എന്നും ഇതിന്റെ അടിസ്ഥാനം കഴിഞ്ഞ കാലത്തുണ്ടായ വിജയങ്ങളാണെന്നും 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം മാത്രമേ ഉള്ളൂ. കേരളം കാത്തിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി എന്നത് ആശ്വാസമെന്ന് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് UDF സജ്ജമാണെന്നും ലീഗ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. 26 ദിവസം കാത്തിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിനാണുള്ളത്. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസവർഗത്തിന് സമാധാനത്തിനാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ റോഡ് ഷോയുമായി സജീവമായിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നേമത്ത് റോഡ് ഷോ നടത്തുകയാണ്. ദേവിക ചന്ദ്രൻ ഒപ്പമുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് ഇത്തവണയും നിയമം പിടിച്ചെടുക്കുമെന്ന വിജയപ്രതീക്ഷ? നല്ല വിജയപ്രതീക്ഷയുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി പറ്റില്ല.
അതന്നെയാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും വിജയം നേടാൻ ആകുമെന്ന് തന്നെയാണ് ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. വി ശിവൻകുട്ടിയുടെ റോഡ് ഷോ നടക്കുകയാണ്. ദേവികാചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കുകയായിരുന്നു. വിജയപ്രതീക്ഷയാണ്, അതിലൊരു മാറ്റവുമില്ല എന്ന്. നേരത്തെ തന്നെ CPM വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഇടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ BJP ആയിരുന്നു അവിടെ വിജയിച്ചിരുന്നത്. BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി നിയമം കഴിഞ്ഞ തവണ പിടിച്ചടക്കിയത്. ഇത്തവണയും അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMൻ്റെയും ഒപ്പം വി ശിവൻകുട്ടിയുടെയും നീക്കങ്ങൾ. ഇനി നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് പോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കൂടി കാണാം. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തീയതിയെ സംബന്ധിച്ചുള്ള റിയാക്ഷൻ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 26 ദിവസം കാത്തിരുന്നാൽ മതി. അതാണ് ജനങ്ങളുടെ ഒരു സമാധാനം എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് അത് ഷോർട്ടായാലപ്പോൾ നല്ലതാണല്ലോ. ഒരു ഭരണമാറ്റത്തിന് 26 ദിവസം കാത്തിരുന്നാൽ മതി. റിസൾട്ട് അറിയാൻ 1 മാസം കാത്തിരുന്നാലും വിധി നിർണ്ണയിക്കാൻ ഈ കേസ് വേണ്ടത്. അപ്പോൾ UDF സജ്ജമാണ്. ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല മുഴുവനായിട്ട്. എല്ലാവരുടെ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സജ്ജാണ്. UDFന് കോൺഗ്രസ് മറ്റു പാർട്ടികളും ചെറിയ പ്രോസസ്സൊക്കെ ബാക്കിയുണ്ട്. അവരവർക്ക് ഡൽഹിയിൽ ഉടനെ തന്നെ തീരുമാനമാവും. ഇന്നറിഞ്ഞല്ലോ ഇനി ഫാസ്റ്റാവും. ഈ കോൺഗ്രസുമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? 2021 മികച്ച ഭൂരിപക്ഷത്തിൽ ബേപ്പൂരിൽ വിജയിക്കുമെന്ന് PM മുഹമ്മദ് റിയാസ്. MLA എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. കോഴിക്കോട് 13 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വിജയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2021 ലഭ്യമായ 82,000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് 2026 LDFന് ബേപ്പൂരിലുണ്ടാകും. ഒരു MLA എന്നുള്ള നിലയിൽ ജനങ്ങൾക്കൊപ്പം 5 വർഷം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പമാണ് ഉണ്ടായത്. എല്ലാ നിലയിലും അവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബേപ്പൂരിലുണ്ടാകും. കോഴിക്കോട് ജില്ലയിലും 13 സീറ്റും LDF ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അത് പൊതുവെ വിവിധ മണ്ഡലങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. UDFനെ പോലെയുള്ള വിങ്ങിപ്പൊട്ടലുകൾ LDFൽ ഉണ്ടാകില്ലെന്നും 13 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വിജയിക്കുമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. കൊടുവള്ളി ഉൾപ്പെടെയുള്ള 5 മണ്ഡലങ്ങൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ UDFൻ്റെ ഇടയിൽ നടക്കുന്ന ചർച്ചയും വിങ്ങിപ്പൊട്ടലുകളൊന്നും ഉണ്ടാവില്ല. കൊടുവള്ളി ഒരു 5 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചില്ല. അപ്പം ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, അവിടങ്ങളിൽ LDF സ്വതന്ത്ര അതല്ലെങ്കിൽ പാർട്ടി കാൻഡിഡേറ്റ് തന്നെ അവിടെ വരും. ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. 3ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുന്നതാണ് കണ്ടത്. നേരത്തെ നിയോജക മണ്ഡലത്തിലെ വി ശിവൻകുട്ടിയുടെ റോഡ് ഷോ നമ്മൾ കണ്ടതാണ്. ഒപ്പം തൃശ്ശൂരിലെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെയും കണ്ടു. വട്ടിയൂർക്കാവിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK പ്രശാന്തും റോഡ് ഷോ നടത്തുകയാണ്. AKG സെന്ററിൽ നിന്നാണ് VK പ്രശാന്തിൻ്റെ റോഡ് ഷോ ആരംഭിച്ചത്. VK പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ 3ാമതും ജനവിധി തേടുകയാണ് VK പ്രശാന്ത്. 3ാമതും ജനവിധി അല്ല, തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് തൊട്ടടുത്ത സമയത്ത് തന്നെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ആവേശം അടുത്ത 23 ദിവസവും കൊണ്ടുപോയി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. ഞങ്ങൾ ഈ ആവേശത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും ഇത്തവണ ജയിക്കുക. കേരളത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. കാരണം 3 ശക്തരായ സ്ഥാനാർത്ഥികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു ആശങ്കയുണ്ടോ? ഇല്ല, ഒരാശങ്കയും ഇല്ല. ഞങ്ങൾ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്.
വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയുമില്ല. എത്ര വലിയ നേതാവ് വന്നാലും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ LDF-നൊപ്പം നിൽക്കും. മറുഭാഗത്ത് മുൻ MLA കെ മുരളീധരനും ഒപ്പം BJPക്ക് ഏറ്റവും വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് വട്ടിയൂർക്കാവ്. ആ രീതിയിൽ ഏതെങ്കിലും രീതിയിലൊരു അല്ല, അങ്ങനെ ഒരു ആശങ്ക നമുക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് നിയമസഭാ ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ്. അപ്പൊ ആ പാറ്റേണിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 21,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. ഇത്തവണ അത് 25,000 വോട്ടിന് മുകളിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇത്തവണയും മൂന്നാം തവണയും ജനവിധി തേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് VK പ്രശാന്ത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം AKE സെന്ററിൽ തന്നെ റോഡ് ഷോ, VK പ്രശാന്തിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിൽ നിന്ന് യാത്ര തിരിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമാന്തേവാസികളും അമ്മയെ അനുഗമിച്ച് യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ഭക്തിപൂർവമായ അന്തരീക്ഷത്തിലാണ് സംഘം അമൃതപുരിയിൽ നിന്നും യാത്ര തിരിച്ചത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അമൃതപുരിയിൽ നിന്നുള്ള യാത്രയ്ക്ക് തുടക്കമായത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ അമ്മയെ അനുഗമിച്ച ഈ യാത്രയുടെ ഭാഗമായി 1200ഓളം വരുന്ന ആൾക്കാർ വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ആശ്രമ അന്തേവാസികളും ഭക്തരും ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ അതിൽ ട്രെയിനിൽ ആശ്രമത്തിൻ്റെ അതേ പരിപാടികൾ അതിലുണ്ടാവും. അർച്ചന ഉണ്ടാവും, ഭജന ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭക്ഷണം സർവീസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണ് നോക്കുന്നത്. കംപ്ലീറ്റ് ട്രെയിൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവിടെ വണ്ടി ഓടിക്കുന്നു. ബാഹ്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമാണ് റെയിൽവേ നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തികച്ചും ആശ്രമം ഓൺ വീൽസ് അങ്ങനെയായിരിക്കും അത്. അമ്മയോടൊപ്പം ഈ മഹത്തായ ആത്മീയ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ 1200ഓളം ഭക്തജനങ്ങളാണ് അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. കായംകുളത്ത് നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് സംഘത്തിന്റെ യാത്ര. ഈ മാസം 19-നാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഉൾപ്പെടുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യവും ഉണ്ടാകും. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം അമ്മയും ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്നത്. ആത്മീയ ജാമിതീയ രൂപകൽപ്പനയിൽ ഒരുക്കിയിരിക്കുന്ന ഈ യന്ത്രം ശ്രീരാമന്റെ ദൈവിക ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അയോധ്യയിൽ എത്തിച്ചേരുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിബേന്ദ്ര മിശ്ര എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം. അയോധ്യ എന്നാൽ ഗുരുവിന്റെ സന്നിധിയാണ്. ഗുരുവിനോടൊപ്പം ഗുരുസന്നിധിയിലേക്കുള്ള യാത്രയാണ് അമ്മയോടൊപ്പം സാധ്യമാകുന്നതെന്ന് മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ഓം അമൃതേശ്വരി നമഃ. അയോധ്യ എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാകാത്ത സ്ഥലമെന്നാണ് പറയുന്നത് അർത്ഥം. ഒരിക്കലും ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഇല്ലാത്ത നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന സ്ഥലം. അത് ഗുരുസന്നിധിയാണ്. അങ്ങനെയുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഗുരുസന്നിധിയാണ്. അപ്പോൾ ഗുരുസന്നിധിയിൽ കഴിയുന്നവരെപ്പോഴും അയോധ്യയിൽ തന്നെയാണ്. എങ്കിലും അയോധ്യയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ശ്രീരാമദേവന് ജന്മം നൽകിയ സ്ഥാനം. അവിടെ ഗുരുസന്നിധിയിൽ നിന്നും ഗുരുവിനോടൊപ്പമുള്ള ഒരു തീർത്ഥയാത്ര, അതാണിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഗുരുവിനോടൊപ്പം അയോധ്യയിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. നമസ്കാരം.